മറ്റുള്ളവരുടെ മുമ്പിൽ നിങ്ങളുടെ ഭാഗം വളരെയധികം എക്സ്പ്ലെയിൻ ചെയ്ത് കൺവിൻസ് ചെയ്യാൻ ശ്രമിക്കുന്ന ഒരാളാണോ നിങ്ങൾ? നിങ്ങളൊന്ന് നോക്കിയാൽ അറിയാം, ഈ ഓവർ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ആളുകളുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു സബ്ജക്റ്റ് വീട്ടിലുണ്ടായാലും ഒരു വിഷയം വന്നു കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് തന്നെയും പിന്നെയും പറഞ്ഞുകൊണ്ടേയിരിക്കുക. ഈ നമ്മുടെ ഭാഗം ന്യായീകരിക്കാൻ വേണ്ടി ഉദാഹരണ സഹിതവും പഴയ കഥകളും അവർ നല്ല രീതിയിൽ സമീപിച്ചിട്ടുള്ള അവസരങ്ങളെക്കുറിച്ച് ഒന്നും കൂടെ കോട്ട് ചെയ്തും ഒക്കെ സംസാരിച്ചുകൊണ്ടേയിരിക്കും. ഇത് കേൾക്കുന്ന ആളുകളുടെ ഒരു അവസ്ഥയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ക്ഷമ നശിക്കുകയും അവർ കൂടുതലൊന്നും കേൾക്കാൻ തയ്യാറാവുകയും ചെയ്യാത്തൊരവസ്ഥ ഉണ്ടാകും. ഇതുകൊണ്ട് എന്താ സംഭവിക്കുക? അവിടെ റിലേഷൻഷിപ്പിലൊക്കെ വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നതായിട്ട് കാണാം. ശരിക്കും ആളുകൾ എന്തിനാണ് ഓവർ എക്സ്പ്ലെയിൻ ചെയ്യുന്നതെന്നറിയാമോ? നമ്മളെ മറ്റുള്ളവർ തെറ്റിദ്ധരിക്കുമോ എന്ന് വിചാരിച്ച്, അല്ലെങ്കിൽ മുമ്പ് എപ്പോഴെങ്കിലും നമ്മൾ തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ അവഗണിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇനിയും അതുപോലെ സംഭവിക്കുമോ എന്നൊക്കെ ഭയന്നിട്ട് നമ്മുടെ ആ ഒരു ഇമേജ് മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഓവർ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അതിനേക്കാൾ ഉപരി ഈ പറയുന്ന വിഷയത്തിൽ നമ്മുടെ ഭാഗത്തുള്ള ന്യായം മറ്റൊരാളെ കൺവിൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത്രയും സംസാരിക്കുന്നത്. പക്ഷെ ഇതിൻ്റെ പ്രശ്നം എന്താണെന്നറിയോ? ഇത്തരത്തിൽ ഓവർ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ആളുകളെ ആർക്കും യാതൊരു തരത്തിലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് മാത്രമല്ല, നമ്മുടെ വ്യക്തിത്വം ആളുകളുടെ കണ്ണിൽ വളരെ മോശപ്പെട്ട ഒന്നായി മാറുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ഓവർ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ആളുകൾ ശരിക്കും പറഞ്ഞാൽ ശുദ്ധന്മാരായിട്ടുള്ള ആളുകളാണ്. ആളുകളുടെ മുമ്പിൽ ഈ ശുദ്ധതയൊന്നും പ്രൊജക്റ്റ് ചെയ്യില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്താ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്തെങ്കിലും കാര്യത്തിൽ നിങ്ങളുടെ അഭിപ്രായം പറയാനുണ്ടെങ്കിൽ കുറഞ്ഞ വാക്കുകൾ കൊണ്ട് അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ ഒരുപാട് ഇതിനെ ബൂസ്റ്റപ്പ് ചെയ്തിട്ട് ഇതിനകത്തുള്ള ശരിയും തെറ്റുമെന്നും ആ പ്രശ്ന സമയത്ത് കൺവിൻസ് ചെയ്യാൻ പോകാതെ ഇരിക്കുക. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ വ്യക്തിത്വം എപ്പോഴും സേഫായിട്ടിരിക്കും. ഇതുപോലെയുള്ള പേഴ്സണാലിറ്റി ടിപ്സിനെ കുറിച്ച് കൂടുതലായിട്ട് അറിയുന്നതിന് വേണ്ടി ഈ നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്.